യുടെ വാർത്തയിലേക്ക് പോകുന്നു. ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും പെൺകുട്ടി. കൊല്ലം സ്വദേശിയെ കുട്ടിയെ ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ശേഷവും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസം 8-നാണ് വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന്, വാക്സിനേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് വെച്ച് തന്നെ അത് പദ്ധതി നടപ്പിലാക്കും. അതുപോലെ തന്നെ നിലവിലുള്ള തെരുവുനായ്ക്കളെ കൂടുതലായിട്ട് ആക്രമിക്കപ്പെടുന്ന നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള തെരുവുനായെ എത്രയും വേഗം പിടികൂടി മാറ്റുക എന്നുള്ളതാണ് അടുത്തത്. അതുപോലെ തന്നെ നിലവിലുള്ള കുരുവട്ടുമലയുമായി ചേർന്ന് നടക്കുന്ന പദ്ധതി എത്രയും വേഗം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, ഷെൽട്ടർ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടേക്ക് കഴിവതും തെരുവുനായ്ക്കളെ മൊത്തം മാറ്റാനായിട്ടുള്ളൊരു നടപടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ പഞ്ചായത്തിലേക്കെല്ലാം വേണ്ടുന്ന ഇറച്ചിയുടെ വെട്ട് നടക്കുന്നത് വിളക്കുടി പഞ്ചായത്തിലാണ്. നമ്മുടെ അറിവില്ലാതെ ഉണ്ട്. ഈ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ അറിവില്ലാതെ എവിടെയെങ്കിലും വെട്ടുന്നുണ്ടെങ്കിൽ അവർ അടിയന്തരമായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ്. അതുപോലെ തന്നെ ഈ പട്ടികൾ ഇപ്പോൾ പെരുകി എല്ലാ ഭാഗത്തും, ഈ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും പട്ടികൾ പെരുകി നടക്കുന്ന ഒരു അവസ്ഥയാണ് വന്നത്. അപ്പോൾ അതിന് അടിയന്തരമായി നമ്മൾ ഇതുപോലെ മൊബൈൽ യൂണിറ്റ് കൊണ്ടുവന്ന് പട്ടികളെ വന്ധീകരണം ചെയ്യുക എന്നുള്ളതാണ് ഒരു നടപടി. വിളക്കുടി പഞ്ചായത്തിലാണ്, കൊല്ലത്താണ് ഈ സംഭവം. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു. തെരുവുനായയുടെ കടിയേറ്റ ശേഷം കുട്ടിക്ക് വാക്സിനേഷൻ നൽകിയ പുനലൂർ താലൂക്ക് ആശുപത്രിക്കെതിരെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. വാക്സിൻ എടുത്തതിൽ അപാകത എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തെരുവുനായയുടെ ആക്രമണമേറ്റപ്പോൾ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്ത ബന്ധുവാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ ആദ്യം ഹെൽത്തിലാണ് നമ്മൾ കൊണ്ടുപോയത്. ഹെൽത്തിൽ കൊണ്ടുപോയപ്പം നോർമൽ വാക്സിൻ എടുത്തു, ഇപ്പുറത്തുള്ള നോർമൽ വാക്സിൻ എടുത്തു. അതിനുശേഷം നമ്മൾ താലൂക്കിൽ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു, പ്രതിരോധ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. താലൂക്കിൽ ചെന്നപ്പോൾ താലൂക്കിലെ ആൾക്കാർ ആദ്യം ടെസ്റ്റ് ഡോസ് എടുത്തു, ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ഡോസ് എടുത്തു. അതിനുശേഷം അതിൻ്റെ ഫുൾ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ മുറിവ് ഭയങ്കര ഡീപ്പായതുകൊണ്ടും ഭയങ്കര ഹോൾ ഉള്ളതുകൊണ്ടും മുറിവിന് ചുറ്റിനെടുത്തപ്പോൾ മുറിവിനകത്ത് വീണിട്ടു വാക്സിൻ തെറിച്ച് താഴോട്ട് പോകുമായിരുന്നു. വാക്സിൻ അത് ഫുള്ള് കയറിയോ എന്ന് കൺഫേം നമുക്ക് ഉറപ്പില്ല. ഈ പേവിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ ആദ്യം എടുക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയാണല്ലേ? അതെയാണ്, പുനലൂരിലാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഇവിടെ പോയിട്ട് അവർ തന്നെ അങ്ങോട്ട് റെഫർ ചെയ്തു. അവിടുന്ന് പോയി നമ്മൾ അതെടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തതിൽ പകപ്പിഴ ഉണ്ടാകാം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഉണ്ടാകാം, കാരണം ചാൻസ് കൂടുതലാണ്. കാരണം അതിനകത്ത് മുറിവ് കയറിയോന്ന് തന്നെ, വാക്സിൻ കയറിയോന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല. കാരണം അത് ഞാൻ കണ്ടതാണ് അത് താഴെ പോകുന്നത്. കാരണം ഞാൻ കൂടെ കയറിയ ആളാണ്. അപ്പോൾ അത് മൊത്തം അതിനകത്ത് വീണിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾക്ക് അതിലൊരു ഇതുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സുജിത്, ഈ വാക്സിൻ ഫലപ്രദമല്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബം എന്താണ് പറയുന്നത്? ഈ വാക്സിൻ എടുത്തത് ഫലപ്രദമായില്ലെന്ന ആരോപണം അവർ ഉന്നയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുജിത്ത്? ഉന്മേഷ്, ഈ പറയുന്നത് നമ്മളിപ്പോൾ കേട്ടു. ഇവരുടെ ബന്ധുക്കൾ തന്നെ പറയുകയാണ്, കുട്ടിക്ക് ആദ്യം IDRV കുന്നിക്കോടും അതിനുശേഷമാണ് ബാക്കി ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന വാക്സിനാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എടുത്തത്. ഇതിൽ പാകപ്പിഴ ഉണ്ടായി എന്നാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതിനുശേഷം IDRV ഉൾപ്പെടെയുള്ളവ കുന്നിക്കോട് പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിലുമാണ് എടുത്തത്. അതിലൊന്നും തന്നെ പാകപ്പിഴകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എടുത്ത വാക്സിനിലാണ് ഇവർക്ക് സംശയം ഉണ്ട് എന്നിവർ കാര്യം പറയുന്നത്. ഇതിൽ അതിനുശേഷം കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ എത്തിച്ചാണ് മുറിവിന് ചികിത്സ നൽകുകയും ചെയ്തിരുന്നത്. കുട്ടിയുടെ മുറിവ് വളരെ വലിയ ആഴത്തിലുള്ള ഒരു മുറിവായിരുന്നു. ഇപ്പോൾ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും അതായത് ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ശരീരോഷ്മാവും ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുട്ടിക്ക് നായയുടെ കടിയേറ്റ ആ നിർമ്മാണം പുരോഗമിക്കുന്ന ആ വീടിന് സമീപത്താണ്. നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഉന്മേഷ്, ഈ വീടിനുള്ളിൽ നായ പെരുകി കിടക്കുന്ന ഒരു ദൃശ്യങ്ങളാണ്. ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എത്തി വാതിലുകളൊക്കെ തന്നെ അടച്ചു വെച്ചിരുന്നുവെങ്കിൽ അതൊക്കെ തള്ളിയിട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു നായ ഇറങ്ങിപ്പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് ആകെ തന്നെ നായ്ക്കളുടെ ശല്യം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഇവിടേക്ക് ആരോഗ്യവകുപ്പ് അധികൃതർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുമ്പോൾ അവരെ പോലും നായ ആക്രമിക്കാൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മളും ഇപ്പോൾ ഇവിടെ വളരെ ഭീതിയോടുകൂടിയാണ്
നിൽക്കുന്നത്. കാരണം ഇവിടെ നമ്മളെപ്പോഴും ഈ പരിസരമാകെ നിറഞ്ഞ് നായ്ക്കൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ വളരെ ഭീതിയോടുകൂടിയാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടെ ജീവിക്കുന്നതെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. എനിക്ക് മുന്നിൽ കാണുന്ന ഈ വയലിൽ നിറയെ പട്ടികളാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണാം, ഈ വീടിൻ്റെ നായ്ക്കൾ കയറാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ രീതിയിൽ വാതിൽ അടച്ചു വെച്ചത്. അത് ഇന്ന് രാവിലെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എത്തിയാണ് ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള സുരക്ഷകളൊക്കെ ഒരുക്കിയത്. ഇപ്പോൾ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് നായ്ക്കളെ പിടികൂടാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടെ എത്തി വളരെ അക്രമാസക്തനായ ഒരു നായയെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റു ചില നായ്ക്കൾ ഇപ്പോഴും ഈ പരിസരത്ത് തന്നെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീട്ടിലൊരു വളർത്ത് പൂച്ചയുണ്ട്. ഈ സമീപത്തെ വീട്ടിൽ, ആ വീട്ടിലെ പൂച്ചയ്ക്ക് നായയുടെ കടിയേറ്റ ഒരു സാഹചര്യമുണ്ട്. ആ പൂച്ച ഇപ്പോൾ അബ്നോർമലായി പെരുമാറുന്നു എന്നാണ് ആ വീട്ടുകാരും നമ്മളോട് പറയുന്നത്. അതിൻ്റെ കഴുത്തിൽ കൃത്യമായി കടിയേറ്റ ഒരു പാടും നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന്, ഈ കുട്ടി ഈ നായയുടെ കടിയേറ്റ ശേഷം പള്ളിയിലും അതുപോലെ തന്നെ സ്കൂളിലെ സമ്മർ ക്യാമ്പിലും ഒക്കെ പങ്കെടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവരെല്ലാവരും തന്നെ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വീട്ടുകാരും അതുപോലെ തന്നെ ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ വാക്സിൻ എടുത്തതായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും വാക്സിൻ എടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് എത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും നായ്ക്കൾ പെരുകാനുള്ള ഒരു സാഹചര്യം, അനധികൃതമായ അറവുശാലകൾ നിരവധി ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ റോഡരികിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടാണ് ഇവിടേക്ക് കൂടുതൽ നായ്ക്കൾ ഈ പ്രദേശത്തെ തമ്പടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ ഈ നാട് വളരെ തെരുവുനായ ഭീതിയിൽ തന്നെയാണ് ഉള്ളത്. ഉന്മേഷ്. ശരി, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.